കൈലാഷ് സാറിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പണ്ടേ എല്ലാ സത്യവും തുറന്നു പറഞ്ഞേനെ. അദ്ദേഹത്തോടുള്ള ബഹുമാനവും സ്നേഹവും കാരണം സത്യം മറയ്ക്കാൻ ശ്രമിച്ചത്. കൈലാഷ് സാർ ഞങ്ങൾക്ക് ദൈവത്തെ പോലെ. അദ്ദേഹത്തിന് ഞങ്ങൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിയ ഞങ്ങള് കമ്പനിയിലേക്ക് പോകണ്ടെന്ന് തീരുമാനിച്ചത്. നിങ്ങളെപ്പോലെ കൈലാഷിന്റെ ജീവിതവും മുന്നോട്ട് പോകണ്ടേ? നിന്നെ മറക്കാൻ പറ്റാതെ കൈലാഷ് അവന്റെ ജീവിതം നശിപ്പിച്ചാലോ? അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റോ? നിങ്ങളെ കൈലാഷ് ദ്രോഹികളായിട്ടാ കാണുന്നത്. അവന്റെ ആ അഭിപ്രായം മാറ്റണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? നിങ്ങളോട് പകരം വീട്ടാൻ വേണ്ടി കൈലാഷ് അവന്റെ ജീവിതം നശിപ്പിക്കരുത്. അവൻ ചെയ്തതിലെ തെറ്റ് മനസ്സിലാക്കിപ്പിച്ച് അവനെ നേർവഴിക്ക് കൊണ്ടുവരണം. കൈലാഷിനെ ഈ അവസ്ഥയിൽ കൈയൊഴിയരുത്. അവനെ സഹായിക്കാൻ നിങ്ങൾക്ക് പറ്റൂ. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. മാഡം, മാഡം എന്തായി ചെയ്യുന്നത്? മാഡത്തിന് ഞങ്ങൾ കമ്പനിയിൽ ജോലിക്ക് പോയ പോരെ? ഞങ്ങൾ പോവാം. എടാ, ഇവര് പറയുന്ന കേട്ട് നീ വീണ്ടും അങ്ങോട്ട് പോയാ കൈലാഷ് നിന്നെ ദ്രോഹിക്കുകയുള്ളൂ. ഇല്ലമ്മേ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കൈലാഷ് സാറിനോട് എനിക്കും പാറുവിനും ഒരുപാട് കടപ്പാടുണ്ട്. അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കുന്നത് ശരിയല്ല. ഞങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റും. ഞങ്ങളുടെ കല്യാണം കൈലാഷ് സാർ തന്നെ മുന്നിൽ നിന്ന് നടത്തിത്തരും. എനിക്ക് ഉറപ്പാ. അമ്മ എന്നെ തടുക്കരുത്.